എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് സൂക്ഷ്മദർശിനി എന്ന സിനിമയെക്കുറിച്ചാണ്. അതിനു മുൻപ് എൻ്റെ 165 സബ്സ്ക്രൈബേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. സൂക്ഷ്മദർശിനി ഒരു ഫാമിലി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ചിത്രമാണ്. കഥയിലേക്ക് വന്നാൽ, ഒരു നാട്ടുമ്പുറത്തെ കുടുംബങ്ങളിൽ താമസിക്കുന്ന ഏതാനും സ്ത്രീകൾ. അവർക്ക് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വാട്സാപ്പ് പരദൂഷണ കമ്മിറ്റിയുണ്ട്. വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ പ്രിയദർശിനി എന്ന പ്രിയ, സുലു, സ്റ്റെഫി, അസ്മ, ടീച്ചർ തുടങ്ങിയവരുടെ ഗ്രൂപ്പിൽ ചർച്ചാവിഷയമാകുന്നത് അവരുടെ അയൽപ്പക്കത്ത് പുതുതായി താമസത്തിനെത്തുന്ന മാനുവൽ, അയാളുടെ അൽഷിമേഴ്സ് ബാധിച്ച അമ്മ എന്നിവരാണ്. മാനുവൽ ആളല്പം നിഗൂഢതയുള്ള മനുഷ്യനും ആളുകളുമായി അകലം പാലിച്ചു നിൽക്കുന്നവനുമാണ്. അവരെ കാര്യമായി നിരീക്ഷിക്കുന്ന പ്രിയയ്ക്ക് അമ്മയുടെ അസുഖം മാനുവലിൻ്റെ നാടകമാണെന്ന് സംശയം തോന്നുന്നു. ആ അമ്മ ഏതോ വലിയ പ്രശ്നം നേരിടുന്നുവെന്ന് മനസ്സിലാക്കിയ പ്രിയ സുഹൃത്തുക്കളുടെ സഹായത്തോടെ അത് കണ്ടെത്താൻ ശ്രമിക്കുന്നു. തുടർന്നുണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. സിനിമ സീരിയസായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സ്പോയിലർ ആകുമെന്നതിനാൽ അതിനെക്കുറിച്ച് പറയാൻ ഒരു നിർവാഹവുമില്ല. എങ്കിലും ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എന്നതാണ്. മറ്റൊരാളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് വാശി പിടിക്കാനുള്ള അവകാശം നമുക്കില്ല എന്നതും പ്രധാനമാണ്. ഇന്നത്തെ കാലത്ത് മറ്റുള്ളവർ എന്തു വിചാരിക്കും, അല്ലെങ്കിൽ സ്റ്റാറ്റസിന് ചേർന്നതല്ല എന്ന ധാരണയിൽ ഇഷ്ടപ്പെട്ട കരിയറും പ്രണയവും മറ്റു പല ഇഷ്ടങ്ങളും വേണ്ടെന്ന് വെക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. ചിലരൊക്കെ നിർബന്ധപൂർവം അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നുമുണ്ട്. ജീവിതം വളരെ ഷോർട്ടാണെന്നും മാന്യമായി സന്തോഷമായി ജീവിക്കേണ്ടതിനു പകരം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുകയും അതിൻ്റെ ഭാഗമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടി വരുമ്പോഴുള്ള ഭീമമായ നഷ്ടങ്ങളെക്കുറിച്ചാണ് സിനിമ സംസാരിക്കുന്നത്. സമൂഹത്തിൽ എപ്പോഴും 3 തരത്തിലുള്ള ആളുകളെ കാണാം. എപ്പോഴും മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി അനാവശ്യമായി ഇടപെടുന്നവർ, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നവർ, മറ്റുള്ളവരോട് സഹാനുഭൂതി വെച്ച് പുലർത്തുന്നവർ. പ്രിയ 3ാമത്തെ വിഭാഗത്തിൽപ്പെടുന്നു. ചെയ്യരുതെന്ന് ഭർത്താവും സുഹൃത്തുക്കളും ഉപദേശിച്ചിട്ടും അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചി എന്ന സഹാനുഭൂതിയാണ് അവളെ പല സത്യങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്നത്. തിര സിനിമയിൽ ശോഭനയുടെ കഥാപാത്രം പറയുന്നുണ്ട്, നമ്മളെ ബാധിക്കാത്തതൊന്നും നമ്മുടെ കണ്ണിൽ പെടില്ല എന്ന്. അത്തരം ഒരു തോന്നലിൻ്റെ ബലത്തിലാണ് മാനുവലിനെ കൊണ്ട് പലതും ചെയ്യിക്കുന്നത്. പക്ഷേ എല്ലാവരും ആ ഗണത്തിൽ പെടുന്നവരല്ല എന്ന് മനസ്സിലാക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. ബേസിൽ എന്ന സംവിധായകനെ ഇഷ്ടമാണ് എങ്കിലും അയാളിലെ നടന് വലിയ ആയുസ്സുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷേ മാനുവൽ എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അത്രയധികം കൈയടക്കത്തോടു കൂടിയാണ് ബേസിൽ ഈ കഥാപാത്രത്തിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നസ്രിയയും ഇതുവരെ കണ്ടിട്ടുള്ള ഒരു നസ്രിയ ആയിരുന്നില്ല സൂക്ഷ്മദർശിനിയിൽ നമ്മൾ കണ്ടത്. ഫാസിലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നസ്രിയയുടെ അഭിനയ മികവിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് വരെയുള്ളൊരു സിനിമ എല്ലാം തന്നെ കണ്ടതിൻ്റെ ഒരു ധാരണയിൽ ഇതൊരു തള്ളല്ലേ എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ പ്രിയ എന്നെ ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ അഖില ഭാർഗവൻ, മെറിൻ ഫിലിപ്പ്, സിദ്ധാർത്ഥ് ഭരതൻ, കോട്ടയം രമേശ്, മനോഹരി ജോയി, പൂജ എന്നിവരൊക്കെ ആണ് മറ്റ് കഥാപാത്രങ്ങൾ ചെയ്തിരിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും പ്രകടനം വളരെ നല്ലതായിരുന്നു. മികച്ച തിരക്കഥയാണ് ഈ സിനിമയുടെ നട്ടെല്ല് എന്ന് പറയാം. അതുൽ രാമചന്ദ്രൻ, ലിബിൻ ടി വി എന്നിവരാണ് ഈ സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. സംവിധായകൻ MC ജിതിൻ്റെ 2ാമത്തെ സിനിമയാണിത്. അതെന്തായാലും ഒരു ഹിറ്റാകും എന്നതിന് സംശയമൊന്നുമില്ല. ക്രിസ്റ്റോ സേവറിൻ്റേതാണ് സംഗീതം. ശരൺ വേലായുധനാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ചമൻ ചാക്കോയുടെ എഡിറ്റിംഗും നന്നായിരുന്നു. ഇടയ്ക്കൊരല്പം ലാഗ് തോന്നിക്കുന്നുണ്ട്. ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ അത് മാറുന്നുമുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെയാണ് സൂക്ഷ്മദർശിനിയെക്കുറിച്ച് പറയാനുള്ളത്. 2 മാസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു റിവ്യൂ ഇടുന്നത്. ഇടയ്ക്ക് വളരെ ആഘോഷിക്കപ്പെട്ട 2 ത്രില്ലർ സിനിമകൾ പോയി കണ്ടിരുന്നു. പേഴ്സണലി ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അതിൻ്റെ റിവ്യൂ ഇടാഞ്ഞത്. ഇതെന്തായാലും തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി കാണണം. റിവ്യൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പ്രോത്സാഹിപ്പിക്കുക. ആദ്യമായി കാണുന്നവർ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു സിനിമയുമായിട്ട് പിന്നെ വരാം.